നമസ്കാരം, ഞാൻ അഞ്ജലി ദീപേഷ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ചക്കക്കുരുയുടെ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ സോഷ്യൽ മീഡിയാസിലും ഇതൊരു ഭയങ്കര വൈറൽ വീഡിയോ ആണല്ലോ, ചക്കക്കുരു ഷേക്ക്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഹിറ്റാവോ ഫ്ലോപ്പാവോ ഒന്നും അറിയില്ല, പക്ഷെ പൊതുവെ എല്ലാവരും അഭിപ്രായം നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെയും എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നിങ്ങളും ഇങ്ങനെ 100 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചക്കക്കുരു ഷേക്കിൻ്റെ കൂട്ടത്തിൽ ഇതുമായിക്കോട്ടെ, മുഴുവനും കാണണം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ചക്കക്കുരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല്, 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിയാവാൻ വേണ്ടിയിട്ട്. പാല് തണുപ്പ് ഇഷ്ടമുള്ളവർ, തണുപ്പില്ലാത്തവരാണെന്നുവെച്ചെങ്കിൽ സാധാ പാൽ ഒഴിച്ചാലും മതി. ചൂട് അധികം തരാം, റൂം ടെമ്പറേച്ചറുള്ള പാല്. പിന്നെ കുറച്ച് പഞ്ചസാര, 1 അല്ലെങ്കിൽ 2 ഏലക്ക. ഞാനിപ്പോൾ ഈ ചക്കക്കുരു വേവിക്കാൻ പോവാണ്. ഈ കുക്കറിൽ ഒരു 4-5 വിസിൽ മതി ചക്കക്കുരു വേവാനായിട്ട്. ഇതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 4-5 വിസിൽ അടിക്കാൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏലക്ക ഇടാമെന്ന്. അപ്പോൾ ഏലക്ക ഇടണമെങ്കിൽ ഇടാം, വേണ്ടാന്ന് വെച്ചെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ചിലവരൊക്കെ ഏലക്ക ഇടാണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ഇടാം, കുട്ടികൾക്കൊക്കെ കൊടുക്കാന്ന് വെച്ചെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ എക്സ്ട്രാ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ വാനില എസൻസ് ഇടാം. അപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല, ബൂസ്റ്റ് ഇടുന്നില്ല, വാനില എസൻസ് ഇടുന്നില്ല. ഞാൻ ഈ ഏലക്കാണ് ഇടാൻ പോണത്. അതും 2 എടുത്തിട്ടുണ്ട്, 1 ഇട്ട് നോക്കാം. ടേസ്റ്റ് പാകത്തിന്. അത് പീക്കോക്കിൻ്റെ ശബ്ദമാണ്, നിറച്ച് പീക്കോക്കുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഞാനിപ്പോൾ 1 ഏലക്ക ഇട്ട് നോക്കാം. ടേസ്റ്റ് അതിൻ്റെ അനുസരിച്ചിട്ട് നോക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ 1 ഇടല്ലേ, 1 തന്നെ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ കാണാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മുടെ ചക്കക്കുരുയുടെ വെന്തിട്ടുണ്ട്. ഞാനിത് വേവിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി എടുത്ത് റിമൂവ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പം നമുക്കിത് ചൂടാറിയ ശേഷം ഇതിൻ്റെ തൊലി കളയാം. അപ്പം ഞാനിതിൻ്റെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം. അപ്പം നമ്മളിത് മിക്സിയിലിട്ട് കൊടുക്കണം. ഇതിലിനി കുറച്ച് ചിൽഡ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആദ്യം കുറേശ്ശെ പാൽ ഒഴിച്ചാൽ മതി, കാരണം നമുക്കത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അധികം പാലൊഴിക്കേണ്ട, കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് നോക്കാം. 1 ഏലക്കയും ഇടാം. കുറവായിട്ട് തോന്നാമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. നമുക്കപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, പക്ഷേ ജാറ് ചെറുതായിപ്പോയി. അപ്പോൾ നമുക്കിത് വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ബാക്കി പാലും കൂടി മേലേക്ക് ഒഴിക്കുകയാണ്. കുറച്ചും കൂടി പഞ്ചസാരയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുമോ? കൂടില്ലെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എങ്ങനെയാണാവോ? കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു ബദാം ഷേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ബദാം ഷേക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ചക്കക്കുരുയുടെ പോലെ തോന്നുന്നില്ല, ടേസ്റ്റ് വരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്കിനി ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ബൂസ്റ്റൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കേക്ക് എടുത്തിട്ട് അതിൻ്റെ പൊടി ഇങ്ങനെ കുറച്ച് വെതറിട്ട് നോക്കാം ഗാർണിഷ് ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് തരികിട പരിപാടിയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ സക്സസ് ആയിരിക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.